ഹലോ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് എക്സാമിൻ്റെ ടൈം ടേബിൾ അറിയാനായിരിക്കും നിങ്ങൾ ഈ വീഡിയോ ക്ലിക്ക് ചെയ്ത് വന്നിട്ടുണ്ടാവുക. അപ്പം എന്തുകൊണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നുള്ള കാര്യം ഞാൻ ആദ്യം തന്നെ പറയാം. നമ്മുടെ അടുത്ത് 5 മാർക്ക് അല്ലെങ്കിൽ 8 മാർക്ക് അല്ലെങ്കിൽ 6 മാർക്ക് അങ്ങനെയൊക്കെ വളരെ കുറഞ്ഞ മാർക്കിൽ വന്നിട്ട് മികച്ച മാർക്കിലോട്ട് വന്ന സ്റ്റുഡൻസിൻ്റെ അവരെ പഠിപ്പിച്ച അനുഭവം വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ഫെയിലായി വന്ന സ്റ്റുഡൻസ് പോലും അതിനകത്ത് 9 മാർക്കൊക്കെ ആയിട്ട് വന്നിട്ട് 30 മുകളിലോട്ട് മാർക്കിലോട്ട് വന്ന്, അല്ലെങ്കിൽ പ്ലസ് വൺ ഫിസിക്സിലൊക്കെ 16 കിട്ടിയിട്ട് പിന്നീട് അവർ +2 അങ്ങനെ വന്ന് ഫെയിലായി വന്നതിന് ശേഷം +2 നമ്മുടെ അടുത്ത് ബാച്ചിൽ ജോയിൻ ആയിട്ട് 40 മാർക്കൊക്കെ ഫെയിലായവർക്ക് കിട്ടിയെന്ന് പറയുമ്പോഴേ ആ രീതിയിൽ അത്രയും സിമ്പിളാക്കി മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് അങ്ങനെ അവർക്ക് ആ മാർക്കൊക്കെ കിട്ടിയത്. അപ്പോൾ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് നമ്മൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ വളരെ യൂസ്ഫുൾ ആയിരിക്കും. മാത്രമല്ല ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. കാരണം വളരെ സിമ്പിളാക്കിയിട്ട് പറയുന്ന, കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. ആ വീഡിയോയുടെയൊക്കെ നമ്മൾ കഴിഞ്ഞ വർഷം ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് ചെയ്ത വീഡിയോകളുടെയൊക്കെ കമൻറ്റുകൾ നിങ്ങൾ താഴെ നിന്ന് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരുപാട് പേർക്ക് എങ്ങനെ അത് എത്രത്തോളം ഉപകാരപ്പെട്ടിരുന്നു എന്നുള്ളത്. മാത്രമല്ല നമ്മുടെ കമ്മ്യൂണിറ്റി ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ജോയിൻ ആകാം. നിങ്ങളുടെ നമ്പറൊന്നും ആർക്കും കാണാൻ പറ്റില്ല, കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. നിങ്ങളുടെ ഫോൺ നമ്പറൊന്നും ആരും കാണില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്ത് അഡ്മിൻ അല്ലാണ്ട് മറ്റാർക്കും ഇതിനകത്ത് കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊന്നും പേടിക്കേണ്ട. നിങ്ങൾ അതിനകത്ത് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടുള്ള PDF, അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ചെയ്യുന്ന ടിപ്സ്, ട്രിക്സ്, വീഡിയോസ്, ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട വീഡിയോസൊക്കെ ലഭിക്കും. അപ്പോൾ അതൊക്കെ കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആണ്. ഇനി നമ്മുടെ ബാച്ചിൽ ഇതുപോലെ അടിപൊളിയായിട്ട് പഠിച്ച് നന്നായി പഠിച്ച് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാൻ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 77 36 70 70 45. അപ്പോൾ അത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പിന്നീട് ടൈം ടേബിളിൻ്റെ കാര്യത്തിലോട്ട് വരാം. അതിന് മുന്നേ അപ്പോൾ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യാം. അപ്പോൾ പിന്നൊക്കെ ഊരിയിട്ട് നിങ്ങൾ അതിനകത്ത് ജോയിൻ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോട്ടിവേഷനോട് കൂടിയിട്ട് പഠിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേര് പരീക്ഷയൊക്കെ കഴിഞ്ഞിട്ട് ഉപകാരപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞാൽ അവർ മെസ്സേജ് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾക്കും യൂസ്ഫുൾ ആകും. നിങ്ങളുടെ ഫ്രണ്ട്സുകളിലോട്ടൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്തോളൂ. എക്സാം നമുക്ക് ഇത്തവണ പൊടി പാറിക്കണം, മിന്നിക്കണം. ഓക്കെ, അപ്പം അതിന് മുന്നേ ക്രിസ്മസ് എക്സാം നമുക്ക് സെറ്റാക്കണം. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ഇതിനകത്ത് ചെയ്യും. ചാപ്റ്റേഴ്സുമായി ബന്ധപ്പെട്ട് അതിനൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ. അപ്പോൾ അതൊക്കെയാണ്. ഇനി ഇതിനകത്ത് ഞാനിപ്പോൾ എന്താ വിട്ടുപോയത്? ഓക്കെ, അപ്പോൾ ഞാൻ ടൈം ടേബിളിലോട്ട് പോകാം. നമുക്ക് ടൈം ടേബിളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. നമ്മൾ ചെറിയ ചാനലാണ്, നിങ്ങളെ സപ്പോർട്ടില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. നിങ്ങൾ അതിനകത്ത് ലൈക്ക് കമൻറ്റൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. സോ ഈ വർഷത്തെ ടൈം ടേബിളിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് കഴിഞ്ഞ വർഷം എങ്ങനെയായിരുന്നു എന്ന് നോക്കാമല്ലോ. നോക്കാം. അപ്പം ഇതാണ് 9-നായിരുന്നു. ഞാൻ ഈ കളർ മാറ്റാം, നമുക്ക് അടിപൊളി ഈ കളർ എടുക്കാം. 9-നായിരുന്നു മൺഡേ ആണ് ഫിസിക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അത് ഒരു ദിവസം നിങ്ങൾക്ക് പഠിക്കാം. ഫിസിക്സ് ആയതുകൊണ്ട് ഫസ്റ്റ് എക്സാം എല്ലാവരും സീരിയസ് ആയിട്ട് പഠിക്കും. അപ്പോൾ ഫിസിക്സ് നന്നായിട്ട് തന്നെ പഠിക്കാം. കാരണം ഫിസിക്സ് ആണല്ലോ ടഫ്. +2 ഫിസിക്സിൽ റേ ഓപ്റ്റിക്സ് വരുന്നത്, പിന്നെ ആൾട്ടർനേറ്റിംഗ് കറണ്ട്, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷന്, ആ ചാപ്റ്റേഴ്സൊക്കെ പലർക്കും ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിക്സ് ഹൈ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്. പിന്നെ റേ ഓപ്റ്റിക്സ് ഒക്കെ നന്നായി പഠിക്കണം. വേവ് ഓപ്റ്റിക്സ് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ ഫിസിക്സ് ഫസ്റ്റ് എക്സാം ആയതുകൊണ്ട് എല്ലാവരും ആ സീരിയസ്നെസ്സിൽ പഠിക്കുമായിരിക്കും. പിന്നെ ഒരു ദിവസം ഉണ്ട് മാത്സിന്. അപ്പോൾ മാത്സിന് ഇൻറ്റഗ്രേഷനും ഡിഫറൻസിയേഷനൊക്കെ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഡിഫറൻഷ്യലിക്കേഷന് ഫുൾ ടഫ് ചാപ്റ്റേഴ്സാണ് അതിനകത്ത് കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് മാത്സിന് ഒരു ദിവസമേ കിട്ടുന്നുള്ളൂ. അപ്പോൾ മാത്സ് നിങ്ങൾ നന്നായിട്ട് ആദ്യം തന്നെ ഇപ്പം തന്നെ പഠിച്ചു വെക്കുക. പിന്നെ കെമിസ്ട്രിക്ക് ദിവസമൊന്നും നേരെയില്ല, ഒക്കെ രാവിലെയാണ് കേട്ടോ. കാരണം +1-കാർക്കാണ് ഉച്ചയ്ക്ക് ശേഷം, +2-കാർക്ക് രാവിലെയാണ്. നിങ്ങൾ അടിപൊളിയായിട്ട് രാവിലെ ആ ഒരു എനർജിയിൽ പഠിക്കാൻ പറ്റും. പിന്നെ ബുധൻ കഴിഞ്ഞാൽ നേരെ കെമിസ്ട്രിയാണ്. കെമിസ്ട്രിക്ക് ടൈമില്ല. ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ വരുന്ന സംഭവമാണ്. അപ്പോൾ അതിനകത്ത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും ഓർഗാനിക് കെമിസ്ട്രി. അപ്പം കെമിസ്ട്രിയും സെറ്റാക്കാം. പിന്നെ കുറച്ച് സമയമുണ്ട്, 3 ദിവസം. അത് കഴിഞ്ഞിട്ടാണ് ബയോളജി പക്ഷേ കുഴപ്പമില്ല കേട്ടോ. അതിനകത്ത് ചാപ്റ്റേഴ്സ് കുറച്ചുകൂടി ഈസി ആയിട്ട്, ഹെൽത്ത് ആൻഡ് ഡിസീസ്, അല്ലെങ്കിൽ നമ്മളെ എവല്യൂഷന്, അല്ലെങ്കിൽ മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ, അങ്ങനെയൊക്കെ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ സംഗതി. അപ്പോൾ അതിനകത്ത് ബയോളജി കുഴപ്പമില്ലാത്ത നിങ്ങൾക്ക് പഠിച്ചെടുക്കാനൊക്കെ പറ്റും. കുഴപ്പമില്ല, ഒരു സമയം ഉണ്ടല്ലോ 3 ദിവസം. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ഇംഗ്ലീഷാണ്, നേരെ ഇംഗ്ലീഷ്, പിന്നെ പാർട്ട് 2 ലാംഗ്വേജ്. അപ്പം ഈ രീതിയിലായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ ഇത്തവണ എങ്ങനെയായിരിക്കും എന്ന് അതുമായി ബന്ധപ്പെട്ട് ഇത്തവണ ആക്ച്വലി ഞാൻ പറയാം. അതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുന്ന ഒരു പ്രഡിക്ഷനാണ്. അല്ലാണ്ട് ഇത്തവണ ഇതിനകത്ത് ടൈം ടേബിൾ എന്തില്ല, വന്നിട്ടില്ല. പക്ഷേ ഇത്തവണ എങ്ങനെ ആകാം, കഴിഞ്ഞ വർഷവുമായി നോക്കിയിട്ട് ഇത്തവണ ആകാം എന്നുള്ളത് എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഒരു ഏകദേശം ഒരു ഇത് കിട്ടുമല്ലോ. മാത്രമല്ല നമ്മുടെ ബാച്ചിൽ ജോയിൻ ആവരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഒരു ടൈം ടേബിൾ അതിനകത്ത് പറയാമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ 5-ാം തീയതി തൊട്ട് അടുത്ത 5-ാം തീയതി വരെ, നമ്മളിപ്പോൾ തുടങ്ങുകയാണെങ്കിൽ 8-ാം തീയതിക്ക് എന്നുള്ള രീതിയിൽ, ഇതിപ്പം എക്സാക്ട്ലി വന്ന ടൈം ടേബിൾ അല്ല കേട്ടോ. പക്ഷേ കഴിഞ്ഞ ടൈം ടേബിൾ വെച്ചിട്ട്, കഴിഞ്ഞ വർഷത്തെ വെച്ചിട്ട് ഈ വർഷം ഇങ്ങനെ ആകാം എന്നുള്ള എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്യണം,
ടൈം ടേബിൾ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള ഒരു മോട്ടിവേഷൻ വരും, ഒരു കുറച്ചുകൂടി നമുക്ക് ഒരു ഇത് കിട്ടുമല്ലോ എങ്ങനെ പഠിക്കണം എന്നൊക്കെ. അപ്പോൾ 5-ാം തീയതി മുതൽ അടുത്ത 5-ാം തീയതി വരെ എങ്ങനെ പഠിക്കണം എന്നുള്ള രീതിയിൽ ഒരു ടൈം ടേബിൾ നമ്മൾ പ്ലാൻ അടുത്ത വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് യൂസ്ഫുൾ ആകും. ഓരോ ദിവസവും എത്ര പഠിക്കണം, എത്ര മണിക്കൂർ അത് പഠിക്കണം, ഇത് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. കഴിഞ്ഞ വർഷമൊക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പം മറക്കണ്ട നിങ്ങൾ. ഒപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ആകുന്ന ലിങ്കും അതിനകത്ത് ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ ഈ വർഷം ഞാൻ പറയുന്നത് എൻ്റെ പ്രഡിക്ഷൻ മൺഡേ കഴിഞ്ഞ വർഷത്തെ പോലെയാണെങ്കിൽ ഫിസിക്സ് വരും, പിന്നെ 10-ാം തീയതി മാത്തമാറ്റിക്സ് വരും, പിന്നെ 11 കെമിസ്ട്രി, പിന്നെ 15 ബയോളജി, പിന്നെ 16 ഇംഗ്ലീഷ്, 17 അതിനകത്ത് വെനസ്ഡേ പാർട്ട് 2 ലാംഗ്വേജസ്. അപ്പോൾ മൺഡേ തുടങ്ങുന്നു എന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ വരുമ്പോൾ ഇങ്ങനെയാണ്. എന്തായാലും ഇങ്ങനെയാകുമോ എന്നൊന്നും നമുക്കറിയില്ല. വരുമ്പോൾ ഉടനെ തന്നെ ഞാൻ ടൈം ടേബിൾ നമ്മുടെ ചാനലിൽ ഇട്ടേക്കാം. അപ്പോൾ നിങ്ങൾ അതിനകത്ത് പഠിക്കേണ്ട നമ്മുടെ ടൈം ടേബിൾ എന്ത് ചെയ്യുക, ഓരോ ദിവസവും ഇനി എന്തൊക്കെ പഠിക്കണം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടേക്ക് നവംബർ ഇന്നിപ്പോൾ 5 അപ്പം നമുക്ക് ഇനി അങ്ങോട്ട് പഠിക്കേണ്ട ഒരു ടൈം ടേബിൾ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ നിങ്ങൾ അതിനൊക്കെ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ എനേബിൾ ആക്കി വെക്കുക. നമ്മുടെ ചെറിയ ചാനലാണ്, നിങ്ങളെ സപ്പോർട്ടില്ല നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അപ്പം അടിപൊളിയായിട്ട് നിങ്ങൾ അതിനകത്ത് ലൈക്ക് കമൻറ്റ് ഒക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.